ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഓൾഡ് ദുബായിക്കാണ് കേട്ടോ. എനിക്കിങ്ങോട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനുള്ള കാരണം എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഒരുപാട് പക്ഷികൾ പറക്കണത് അതാണ് കേട്ടോ അതിന് കാരണം. പക്ഷികൾ മാത്രമല്ല, കണ്ടോ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു കടലും അതിൽ കുറേ ചെറുവഞ്ചികളും, ഇടയ്ക്കൊക്കെ ഓരോ വലിയ കപ്പലും പോലെയാണ് കേട്ടോ. പക്ഷെ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് സമയം പോണതേ അറിയില്ല. അതുപോലെ തന്നെ മനസ്സിന് ഭയങ്കര സമാധാനമായിരിക്കും. എനിക്ക് മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ അനിലേട്ടനോട് പറയും കേട്ടോ, നമുക്കൊന്ന് ഓൾഡ് ദുബായി പോയി വരാമെന്ന്. മാത്രമല്ല ഇവിടെ കിളികളുടെയും മനുഷ്യന്മാരുടെയും തോണികളുടെയൊക്കെ ആകെ ഒരു ബഹളമായിരിക്കും കേട്ടോ. ആ ബഹളത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ ഒന്നും ഓർക്കില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ ചായ കുടിക്കാനാട്ടോ പോയത്. ചായ കുടിക്കാൻ പോകുന്നത് ഒരു അമ്പലത്തിൻ്റെ അവിടേക്കുള്ള വഴിയിലൂടെയാണ് കേട്ടോ. അവിടെ ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. പക്ഷെ ഞാനും എല്ലാവരും ഇതുവരെ അവിടേക്ക് പോയിട്ടില്ല. ഞങ്ങളെപ്പോൾ വരുമ്പോഴും പോകണമെന്ന് വിചാരിക്കും. പക്ഷേ ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തേക്കും കൂടി പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ കയറിയില്ല. അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേറൊരു ദിവസം എന്തായാലും വരും കേട്ടോ. അവിടെ നിന്ന് ഞാനും കൺമണി ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിയിട്ടോ, മുത്ത് വെച്ചത്. കൂടാതെ അവിടെ പലതരം ഇതേപോലത്തെ ബാഗുകളും പിന്നെ ഡ്രസ്സുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഷൂസും ചെരുപ്പും എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ. ഈ ഇരിക്കുന്നതെല്ലാം സ്പൈസസ് ആണ് കേട്ടോ. ഞങ്ങളവിടെ നല്ല മലയാളികളുടെ കടയിൽ നിന്ന് നല്ല ചായയും കടിയും കഴിച്ചു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ പോണത് തോണിക്ക് കയറാനാണ്. ഈ തോണി യാത്ര നേരെ ഗോൾഡ് സൂക്കിക്കാണ് കേട്ടോ. ഞങ്ങൾ ദുബായി വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഈ ഒരു തോണി യാത്ര മസ്റ്റാണ്. ആകെ 2 ദിർഹംസേ ഉള്ളൂ കേട്ടോ ഈ തോണി യാത്രയ്ക്ക്. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരതപ്പുഴയുടെ സൈഡിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഞാൻ തോണിക്ക് കയറണത്. സന്ധ്യാസമയത്തുള്ള ഈ യാത്ര നല്ല രസമാണ് കേട്ടോ. കൂടെ കിളികളും കൂടി ആകുമ്പോൾ അടിപൊളിയാണ്. ഒരേ സമയം ഒരുപാട് യാത്രക്കാരാണ് കേട്ടോ അത് കൂടി തോണിയിൽ പോണത്. അങ്ങനെ ഞങ്ങൾ നേരെ ഗോൾഡ് സൂക്കിക്ക് എത്തി. ഗോൾഡ് സൂക്കിക്ക് എത്തണമെങ്കിൽ ഇനി കുറച്ചും കൂടി നടക്കാൻ കേട്ടോ. അവിടേക്ക് പോണ വഴി നല്ല രസമാണ് കാണാൻ. നമ്മൾ പണ്ടത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ദുബായ് കാണാം കേട്ടോ നമുക്കിവിടെ. എമിറാത്തികൾ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകളും പിന്നെ അവരുടെ കുറേ ലൈറ്റും പെർഫ്യൂമും ഒക്കെ ഉണ്ടായിരിക്കും. കൂടെ അവിടെ ഒരു പ്രത്യേക മണമായിരിക്കും കേട്ടോ. ഇവരുടെ എന്തോ ഒരു ചന്ദനത്തിരിയുടെ പണം പോലെ എന്തോ ഒരു സാധനത്തിൻ്റെ മണമായിരിക്കും. ഗോൾഡ് സൂക്ക് തന്നെ പല ഗേറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ഗേറ്റ് 1 കൂടെ തന്നെ അകത്തേക്ക് കയറി. ഇവിടെ സ്വർണ്ണമൊക്കെ ഇരിക്കാണ്ടിട്ടുണ്ടെങ്കിൽ സ്വർണ്ണത്തിനൊക്കെ ഹോൾസെയിൽ വിലയാണ് തോന്നുന്നു കേട്ടോ. ഈ റിങ് വേൾഡ് റെക്കോർഡ് നേരിട്ടുള്ള റിങ്ങാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ റിങ്ങാണിത്. സ്വർണ്ണങ്ങളൊക്കെ കണ്ട് മരവിച്ച പോലെ ആവട്ടെ നമുക്ക്. ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ സ്വർണ്ണത്തിനൊന്നും ഒരു വില ഇല്ലാത്ത പോലെ തോന്നും. സ്വർണത്തിൻ്റെ ഏത് വിധത്തിൽ വേണമെങ്കിലും ഇവിടെ കിട്ടും കേട്ടോ. ഡ്രസ്സായിട്ടും ചെരുപ്പായിട്ടും എങ്ങനെ വേണമെങ്കിലും കിട്ടും. കൺമണിക്ക് സ്വർണത്തിനോടൊന്നല്ല കേട്ടാ, ഈ കറക്കണ സാധനത്തിനോടായിരുന്നു താല്പര്യം. അവൾ അതിരുന്ന് വണ്ടി ഓടിച്ച് കളിക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കുറേ ഗോൾഡ് കോയിൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെ കാർഡ് പഞ്ച് ചെയ്തിട്ട് നല്ല ശക്തിയിൽ തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗോൾഡ് കോയിൻ താഴേക്ക് വീഴും. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറേ സ്വർണ്ണങ്ങൾ കണ്ടു. ഞങ്ങൾ അവിടേക്ക് പോയത് ഞങ്ങൾക്കൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കൺമണിയുടെ 28 കെട്ടിന് കിട്ടിയ 2 മാല ഇരിക്കണ്ടായിരുന്നു കേട്ടോ. 2 അവൾ കടിച്ച് കേടി വരുത്തിയായിരുന്നു. അപ്പോൾ അവൾക്കത് 2 കൂടി മാറ്റണം. പിന്നെ എൻ്റെ ഒരു വള പൊട്ടിയതിരിക്കണ്ടായിരുന്നു കേട്ടോ, അതും മാറ്റണം. ഇവിടെ സ്വർണത്തിന് നല്ല വിലക്കുറവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫറുകൾ ഉണ്ടാവും കേട്ടോ. പിന്നെ 0 മേക്കിംഗ് ചാർജും ഉണ്ടാവും. ഈ പൂമാല പോലെ തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ സ്വർണ്ണമാല തന്നെയാണ് കേട്ടോ. എനിക്ക് പക്ഷേ ഇങ്ങനത്തെ സ്വർണത്തിനോടാണ് താല്പര്യം. അങ്ങനെ ഞങ്ങൾ കൺമണിക്ക് ഈ ഒരു മാലയും പിന്നെ ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ. എനിക്ക് താലി ഇടാൻ ചെറിയൊരു മാല വേണമെന്ന്. എൻ്റെ താലി വലിയ മാലയിലാണ് കടന്നായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനൊരു മാലയും വാങ്ങി. ഇത് ടെസ്ലയുടെ 24 ക്യാരറ്റ് സൈബർ ട്രക്കാണ് കേട്ടോ. അതായത് ഈ വണ്ടി ഫുള്ള് സ്വർണ്ണാണെന്നർത്ഥം. ചെവിന്നുള്ളിയോ?
കൺമണി അവിടെ കിടന്ന് പരക്കം പായാണ് കേട്ടോ. അങ്ങനെ കൺമണിയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു അടി കിട്ടി. എന്നിട്ടിരുന്ന് സങ്കടം പറയാണ് കേട്ടോ എന്നോട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഇവിടെ എമിറാത്തികളുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കണ്ട് ഞങ്ങൾ തോണിയിൽ തന്നെ തിരിച്ചു പോരുകയാണ്. ഈ ഒരാഴ്ചത്തെ ലീവും കഴിഞ്ഞല്ലോ. ഇനി ഒരു അടുത്ത ആഴ്ച റൂമിൻ്റെ ഉള്ളിൽ ചോറും കൂട്ടാനും വെക്കൽ മാത്രമാണല്ലോ എൻ്റെ പണിയെന്ന് ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.